കൃഷിയിടങ്ങൾ പുതിയ ഗാഥകൾ. കൃഷി ജീവതാളമാണ്. സർക്കാരിന്റെ അനുകൂലമായ നിരവധി കാർഷിക പദ്ധതികളാണ് വയനാട്ടിലെ കൃഷിയിടങ്ങളെ പച്ചപ്പണിയിച്ചത്. സ്വയം പര്യാപ്തമായ ഭക്ഷ്യ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിന് ജില്ലയിലെ കർഷകർക്കായി പ്രത്യേക പദ്ധതികൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പാക്കി. സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് നടപ്പാക്കിയതിലൂടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം കർഷകരിലെത്തി. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ തരിശുനിലങ്ങളിൽ കൃഷി വ്യാപിച്ചു. സർക്കാരിന്റെ കൃഷി പ്രോത്സാഹനത്തിൽ യുവാക്കളടക്കമുള്ള പുതുതലമുറകൾ കൃഷിയിലേക്ക് തിരികെയെത്തി. കാർഷിക വിളകൾക്ക് തറവില നിശ്ചയിച്ചതിലൂടെ കർഷകർക്കെല്ലാം സുരക്ഷിതമായ വിപണിയാണ് ഒരുങ്ങിയത്. കർഷകർക്ക് മുടങ്ങാതെ പെൻഷൻ, സംസ്ഥാന സർക്കാരിന്റെ രാജ്യത്തെ ആദ്യ കർഷക ക്ഷേമ ബോർഡിന്റെ രൂപീകരണം, ഇവയെല്ലാം ഭൂരിഭാഗം കർഷകരായിട്ടുള്ള വയനാടൻ ജനതയ്ക്ക് പുതിയ പ്രത്യാശകൾ നൽകുന്നു. പ്രത്യേക പുഷ്പഫലകൃഷിയിൽ മികവിന്റെ കേന്ദ്രമായി അമ്പലവയൽ ഇടം തേടി. വയനാടിന് സ്വന്തമായി ഒരു കാർഷിക കോളേജും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയിൽ ജില്ലയിൽ 622 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പാടശേഖര സമിതികളുടെ ഗ്രൂപ്പ് ഫാമിംഗ് പ്രവർത്തനങ്ങൾക്കായി 59.34 ലക്ഷം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 9.43 ലക്ഷം രൂപ ചെലവിൽ 73 ഹെക്ടർ സ്ഥലത്ത് കരനെൽ കൃഷി വ്യാപിപ്പിച്ചു. 530 ഹെക്ടർ തരിശു നിലങ്ങളിൽ നെൽകൃഷി ചെയ്യാൻ 158.71 ലക്ഷം രൂപ അനുവദിച്ചു. കഴിഞ്ഞ 4.5 വർഷത്തിൽ 31,846.5 ടൺ നെല്ലാണ് വയനാട്ടിൽ നിന്നും സിവിൽ സപ്ലൈസ് വഴി സംഭരിച്ചത്. 15,727 കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. സുഗന്ധ നെൽകൃഷി വ്യാപനത്തിനും 89.33 ലക്ഷം രൂപയാണ് കർഷകർക്കായി നൽകിയത്. 51.45 ലക്ഷം സൗജന്യ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തതിലൂടെ സ്വയം പര്യാപ്തമായ പച്ചക്കറി കൃഷിയുടെ സംസ്കാരത്തിനാണ് ഇവിടെ വിത്തുപാകിയത്. 800 ജലസേചന പമ്പ് സെറ്റുകൾക്ക് 72.395 ലക്ഷം രൂപ നൽകി. കണിക ജലസേചനത്തിന് 48 ലക്ഷം രൂപയുടെ ധനസഹായം. 12 പഞ്ചായത്തുകളിൽ വിള ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേക പരിഗണന. 1750 ഹെക്ടറിലാണ് കേരഗ്രാമം പദ്ധതി നടപ്പാക്കിയത്. അടിക്കടിയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിലെ കാർഷിക മേഖലയിൽ ഉണ്ടായത്. ഇവർക്കെല്ലാം അർഹമായ നഷ്ടപരിഹാരമാണ് സർക്കാർ നൽകിയത്. പാലുൽപാദനത്തിൽ മുന്നിലുള്ള വയനാട്ടിൽ മൃഗസംരക്ഷണ മേഖലയിലും കരുതലുള്ള പദ്ധതികളാണ് ഏറ്റെടുത്ത് നടപ്പാക്കിയത്. പ്രത്യേക ക്ഷീരവികസന പാക്കേജ് കർഷകർക്കായി ആസൂത്രണം ചെയ്തു. കോവിഡ് എന്ന മഹാമാരിയിൽ ഒറ്റപ്പെട്ടുപോയ കർഷകർക്കെല്ലാം സമാശ്വാസ പദ്ധതികളും യഥാസമയം എത്തിക്കാൻ കഴിയും. ഉൾനാടൻ മത്സ്യകൃഷിയുടെ വ്യാപനവും ശ്രദ്ധേയമായി. തളിപ്പുഴയിൽ 1.56 കോടി രൂപ ചെലവിൽ തദ്ദേശീയ മത്സ്യവിത്ത് ഉൽപാദന കേന്ദ്രം. കാരാപ്പുഴയിൽ 1.07 കോടി രൂപ ചെലവിൽ റിയറിംഗ് ഫാം. ബാണാസുര സാഗറിൽ കൂട് മത്സ്യകൃഷി, പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം നേട്ടമായി. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം കർഷകർക്ക് ഏറെ ഗുണകരമായി. ഹരിത കേരള മിഷനിലൂടെ പച്ചത്തുരുത്ത് ജില്ലയായി വയനാട് മാറി. തദ്ദേശ സ്ഥാപനങ്ങൾ 353 സർക്കാർ ഓഫീസുകൾ ഹരിത ഓഫീസുകളായി മാറി. ഇനിയും മുന്നോട്ട്. സഹർഷം വിജയഗാഥകൾ.